ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 19 വെള്ളിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം പതിവ് പോലെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാം. സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. റേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള 10 കിലോ അരിയുടെ കാര്യം അതിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ. അത് ഇതുവരെ സർക്കാരിനെ കുറിച്ച് യാതൊരു വർത്താനം പറയുന്നില്ല. ഇപ്പൊ അവസാന 10 ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്നാണ് അത് കിട്ടുക എന്നൊരു പിടിയില്ല. ബാക്കിയുള്ള എല്ലാ ഭക്ഷ്യ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. മാർച്ച് മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. മണ്ണെണ്ണ ഉൾപ്പെടെ റേഷൻ കടകളിൽ എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യ കിറ്റാണ്. അതും എല്ലാ ആളുകളും ഉടനെ തന്നെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഏകദേശം 10 ദിവസമൊക്കെ അതിന്റെ ഒരു വിതരണം ഉണ്ടാവുകയുള്ളൂ. മാർച്ച് മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ഔദ്യോഗികമായിട്ട് ശരിക്കും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് റേഷൻ കടകളിൽ എത്താത്തത് മൂലം അതിന്റെ വിതരണം വൈകുന്നുണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാ റേഷൻ കാർഡുകാർക്കുള്ള ഭക്ഷ്യവിഹിതങ്ങൾ പഞ്ചസാര, ആട്ട, അതുപോലെ തന്നെ ഗോതമ്പ്, വിവിധ തരം അരി, മട്ടരി, പച്ചരി, പുഴുങ്ങലരി ഇവയെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വാർത്തയാണ്. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് വ്യാജ മട്ടയരി പിടിച്ചെടുത്തു എന്നുള്ളതാണ്. റേഷൻ കടയിലേക്ക് വരുന്ന ഒറിജിനൽ മട്ടയരി മറിച്ച് വിറ്റതിന് ശേഷം അതിലേക്ക് വ്യാജ അരി, കെമിക്കലൊക്കെ ഉപയോഗിച്ച് വ്യാജ അരി നിർമ്മിച്ച് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു തട്ടിപ്പിന്റെ ഒരു വാർത്തകളാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇത്രയാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുകകൾ അക്കൗണ്ടുകളിൽ എത്തി തുടങ്ങി. അത് സംബന്ധമായിട്ടുള്ള SMS-കൾ, മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് ഇനി മെസ്സേജുകൾ നിങ്ങൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ ബാങ്കിൽ സന്ദർശിച്ച് അതിന്റെ തുക എത്തിയോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. എൻ്റെ മോന്റെ സ്കോളർഷിപ്പ് തുകയായിട്ടുള്ള 1000 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയി എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ആ തുക വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ്. അതായത് റബ്ബർ വില കൂടി. റബ്ബർ വില 7 വർഷത്തിന് ശേഷം 170 കടന്നിരിക്കുന്നു. ഇനിയും കൂടാനാണ് സാധ്യത എന്നുള്ളതാണ്. അത് വലിയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിലെ സ്വർണ്ണവിലയാണ്. സ്വർണ്ണവില 2-3 ദിവസമായിട്ട് മാറ്റമില്ലാതെ തുടരുകയാണ്. പവന് 33,600 രൂപ, ഗ്രാമിന് 4,200 രൂപ. ഇത്രയാണ് നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.